നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ് ഈ സമയം തിരുവല്ലയിൽ നിന്ന് പുറത്തു വരുന്നത്. വിശുദ്ധ കുർബാനയെ നിന്ദ്യവും നീചവുമായ ഭാഷയിൽ അവഹേളിച്ച് തിരുവല്ല മാർത്തോമ കോളേജിലെ അധ്യാപകൻ, കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായ രാഹുൽ നാരായണൻ അനുപമ എന്നയാളാണ് വളരെ നിന്ദ്യമായ ഭാഷയിൽ വിശുദ്ധ കുർബാനയെ അവഹേളിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പോസ്റ്റ് വിവാദമായതോടെ അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് തടിതപ്പിയിരിക്കുകയാണ്. പുണ്യപുരാതന ഇറച്ചി എന്നാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വിശേഷിപ്പിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തുടക്കത്തിൽ ശ്രീരാമനെ അവഹേളിക്കുന്ന രീതിയിലും അദ്ദേഹം എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം കോളേജിലെ 2 അധ്യാപകർ കേട്ടില്ലേ, അയോധ്യയിലെ ക്ഷേത്രത്തിൽ രാമന് കോട്ടൺ വസ്ത്രം ഉടുപ്പിച്ചെന്ന് ചൂട് കാരണം. ഇവന്മാർക്കൊക്കെ ബുദ്ധിയില്ലേ, ഹി ഹി ഹി. എന്നിട്ട് ഞായറാഴ്ച 2 പേരും കൂടെ സ്വന്തം ദൈവത്തിൻ്റെ ശരീരം മുറിച്ചത് അങ്ങേരുടെ തന്നെ രക്തത്തിൽ മുക്കി കഴിക്കുന്നതോർത്ത് ഞാൻ ഹർഷപുളകിതനായി. ശരീരത്തിൻ്റെ ഏത് ഭാഗമെന്ന് ചോദിക്കാൻ വന്നതാണ്. അല്ല, മനുഷ്യർക്കുള്ള എല്ലാ ഭാഗവും ലങ്ങേർക്കും ഉണ്ടല്ലോ. ഏതാവും ഇവർക്ക് കിട്ടുന്നത്? പുണ്യപുരാതന ഇറച്ചി. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട, സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു അധ്യാപകൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം നീചമായ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ എന്തും അതിലൂടെ വിളിച്ചു പറയാവുന്ന ഒരു പ്രവണത, ഒരു തിരി വെറുതെ കൊളുത്തിയിരിക്കുകയാണ്. അതിനി കത്തിപ്പടരട്ടെ എന്നാണോ ഈ അധ്യാപകൻ ആലോചിക്കുന്നത്? ഈ പോസ്റ്റിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടു, ശ്രീരാമനെ അവഹേളിക്കുന്നു, അതേ തുടർന്ന് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നു. തീർച്ചയായും 2 മതത്തിലുള്ളവർ ഒരേ സമയം കലഹത്തിൽ ഏർപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ ഈ അധ്യാപകൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് തടിതപ്പി. എന്നാൽ നേരത്തോട് നേരം കഴിഞ്ഞിട്ടും ഈ സംഭവത്തിൽ ഒരു വിശദീകരണം തരാൻ കോളേജിന് കഴിഞ്ഞിട്ടില്ല. തിരുവല്ലയിലെ മിക്ക വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷയമറിഞ്ഞ് ഞങ്ങൾ കോളേജ് പ്രിൻസിപ്പളെ ബന്ധപ്പെട്ടു. അദ്ദേഹം മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. ക്ഷമയോടുകൂടി ഞങ്ങൾ കാത്തിരുന്നു. തിരിച്ചു വിളിച്ചില്ല, പിന്നെയും വിളിച്ചു. ഇങ്ങനെയൊരു സംഭവം അദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ഒരു കോളേജിൽ തൻ്റെ അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംഭവം ഇതുവരെ ആ പ്രിൻസിപ്പൽ അറിഞ്ഞിട്ടില്ല എന്ന്. ആരാണ് നടപടിയെടുക്കേണ്ടത്? ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായപ്പോൾ ആദ്യം നടപടിയെടുക്കേണ്ടത് ആ കോളേജ് മാനേജ്മെൻ്റാണ്. ഇതുവരെ വിഷയത്തിൽ മാപ്പ് പറയാനോ നടപടിയെടുക്കാനോ അവർ തയ്യാറായിട്ടില്ല. തീർച്ചയായും കലാപം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമം തന്നെയാണോ ഈ അധ്യാപകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് അദ്ദേഹത്തിന് ആദ്യത്തെ സംഭവമല്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ പുച്ഛത്തോടുകൂടി തന്നെ പലപ്പോഴും മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഇദ്ദേഹം പല പോസ്റ്റുകളും പല ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. അന്നൊന്നും ആരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ ഇന്ന് ഇദ്ദേഹം കാണിച്ചതോ പരിശുദ്ധ കുർബാനയെ, അതായത് ക്രിസ്തുവിൻ്റെ തിരുശരീരത്തെ പുണ്യപുരാതന ഇറച്ചി എന്ന തരത്തിൽ അവഹേളിക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു അധ്യാപകനാണോ എന്ന് ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് അറപ്പ് തോന്നുകയാണ്. തീർച്ചയായും പോലീസ് സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുക്കണം. കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തിരുവല്ലയിലെ വിവിധ ക്രൈസ്തവ സംഘടനാ നേതാക്കളും ഈ വിഷയത്തിൽ വളരെ വൈകാരികമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യൻ സഭകളുടെ സംയുക്ത വേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് അദ്ദേഹം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർത്തോമ സഭയുടെ നിരണം മാരാമൺ ഭദ്രാസനത്തിൻ്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന അനീഷ് കുന്നപ്പുഴയും ഈ വിഷയത്തിൽ വളരെ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തി. ഈ രാഹുൽ നാരായണൻ അനുപമ എന്ന അധ്യാപകനോട് ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാർത്തോമ സഭയ്ക്ക് വളരെ കീർത്തികേട്ട ഒരു പാരമ്പര്യമുണ്ട്. ഈ സഭ ഉണ്ടായ നാൾ മുതൽ അതിൻ്റെ കോളേജുകളിലോ
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയോ ഏതെങ്കിലും ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ ഇന്ന് വരെ ജാതിയോ മതമോ നോക്കിയിട്ടല്ല ജോലി നൽകിയിട്ടുള്ളത്. ഇത്തരം ഒരു സംഭവം താങ്കൾ ചെയ്തത് സഭാവിശ്വാസികൾക്ക് തന്നെ വളരെ വേദനയായിരിക്കുകയാണ്. അതായത് പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന വളരെ മോശമായ പ്രവൃത്തി. പല ആളുകളും രാഹുൽ നാരായണൻ അനുപമ എന്ന പേരുകേട്ട വലിയ ഇംഗ്ലീഷ് പ്രൊഫസറായ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. കമൻറ്റുകൾ അദ്ദേഹം ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കും ലോക്ക് ചെയ്ത് ഇരിക്കുന്നു. താങ്കൾക്ക് മാന്യതയുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തണം. തീർച്ചയായിട്ടും കോളേജ് മാനേജ്മെന്റ് ഈ വിഷയത്തിൽ നടപടിയെടുത്തേ തീരുകയുള്ളൂ. ദയവ് ചെയ്ത് ഇത്തരം നികൃഷ്ട ജീവികൾ തിരുവല്ലയുടെ സമാധാനം കെടുത്താൻ വരരുതേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.